സ്ഥലം മലയക്കുരിശ് മുറയ്ക്കാല പള്ളിക്കര തമ്പി ഇങ്ങനെ ഒരു കല്യാണ ചടങ്ങിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഡാൻസ് ഇങ്ങനെ ആടാറപ്പോൾ ആടി. അപ്പോൾ അവരോട് അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കുട്ടികളാടുമ്പോൾ കൂടെ അങ്ങോട്ട് ഡാൻസിനോട് കയറി. പിന്നെ എല്ലാവരും പറഞ്ഞ അമ്മ ആടമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് നോക്കാതില്ല. അപ്പം ശൈലങ്ങോട്ട് അവിടെ ആടി തീർത്തു, അത്ര തന്നെ. ഡാൻസ് അങ്ങനെ ഒന്നുമില്ല, എന്നാലും പ്രത്യേകിച്ച് ഡാൻസായിട്ട് അങ്ങനെ ഒരു ഇതായിട്ടൊന്നുമില്ല. കുറേശ്ശൊക്കെ നമ്മൾ നീങ്ങുന്നല്ലാണ്ട് ഇപ്പം ഈ പ്രായപ്പോഴാണ് ഒന്നും കൂടി അതിനോടൊരു ഇഷ്ടം തോന്നി നിൽക്കുമ്പോൾ തോന്നുന്നത്. അല്ല അങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പഴയ പാട്ടും ഇതൊക്കെ കാണുമ്പോൾ വെറുതെ ഇരുന്നിങ്ങനെ ആടുന്നല്ലാണ്ട് അപ്പോൾ തോന്നി അങ്ങനെയൊക്കെ നടന്നെ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ചെറുതൊക്കെ ഇങ്ങനെ ആടിയിട്ടൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറൊരു പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വളർന്ന് വന്ന് പ്രായമായി, ഇനിയിപ്പോൾ എന്താ അപ്പോൾ സ്ഥലത്ത് ഒതുങ്ങിക്കൂടാന്നുള്ളൊരിതായിരുന്നു. ഒതുങ്ങിക്കൂടി പിന്നെ ഒന്ന് ആലോചിച്ച് വേണ്ട, നമ്മുടെ വയസ്സന്മാരുടെ കളി ഇരുന്നോട്ടെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പൊക്കെ കാണിച്ച് അങ്ങനെ ആടും, അത്രേ ഉള്ളൂ. ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുകയൊന്നുമില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഈ സ്റ്റെപ്പ് എടുത്തേക്കാം, അതുകൊണ്ട് ആടിയേക്കാം, അല്ലാതെ സ്റ്റെപ്പ് എടുത്താക്കടെ ആടിയേക്കാം, അങ്ങനെ ആടിയതുള്ളൂ. അത് പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് അപ്പം എടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു താളം അനുസരിച്ച് ആ മ്യൂസിക്, ആ താളം നല്ലതാണല്ലോ, ഈ താളത്തിന് ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കാം. അതിൻ്റെ വീട്ടിൽ ഇരുന്നാലും ഞാൻ ചിലപ്പോൾ എടുത്ത് നോക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ. ഞങ്ങളെ കൂടെ എല്ലാവരും ഇങ്ങനെ ഇവർക്ക് കെട്ടൊക്കെ കെട്ടല്ല, മറ്റേ കുട്ടികളെ പരിപാടി കണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു നമ്മ കയറിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മോൻ പറഞ്ഞപ്പോൾ എന്താ അന്നൊരു പാട്ട് വെച്ചോ മോനെ ഇങ്ങോട്ട് അമ്മ കയറിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ആടിയതുള്ളൂ. ആ സമയത്ത് ഏത് സ്റ്റെപ്പ് കിട്ടുന്ന ഏത് മോഡലാണെന്ന് നോക്കിയില്ല, ആ സ്റ്റെപ്പ് എടുത്ത് ആടി. പിള്ളേരൊപ്പം കയറുന്നുണ്ട്, അത്ര തന്നെ. ജീവിതത്തിൻ്റെ മാറ്റം നമുക്ക് പ്രത്യേകിച്ചും നല്ല, എന്നാലും ഒരു സന്തോഷം അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാന്നുള്ളത്. എല്ലാവരും ഇത് കാണുക, അത് കണ്ട് ആശ്വസിക്കുക, അവിടുന്ന് ഇവിടുന്ന് ഫോൺ വരിക. പിന്നെ കുടുംബക്കാരായാലും നാട്ടുകാരായാലും അകലുള്ള ആൾക്കാരായാലും ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെന്നുള്ളൊരു ആനന്ദമല്ലേ, അതൊരു പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അത് കുറേ പേർക്കറിയാം, പേരെന്ന് പറഞ്ഞാൽ അത്ര ക്ലിയറായിട്ട് അറിയാൻ പാടില്ല, നമുക്കതിനോട് വലിയ ഇതായിട്ടില്ലല്ലോ. മോനാണല്ലോ അത് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഞങ്ങൾ വന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് പള്ളിക്കരയിൽ ഒരു സ്വീകരണം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ബെന്നിയിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു, നല്ലൊരു അടിപൊളി സ്വീകരണമായിരുന്നു. പിന്നെ ബസ് നിർത്തി ആൾക്കാർ കൈ കൊണ്ട് ചാറ്റ കാണിക്കലായി, കൈമന്തിക്കലായി. അപ്പം അമ്മേതെ അങ്ങോട്ട് നോക്കില്ല, അവർ വിളിക്കണേ ഇവർ വിളിക്കണേ എന്നുള്ളൊരു തിരക്കെന്ന് വെച്ചാൽ ഒരു ഭയങ്കര തിരക്കായി. പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്നലെ ഒരു കയറി താമസത്തിന് ഇവിടെ കുറുമശ്ശേരി ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇതുപോലെ തന്നെ അത് ഭയങ്കരമായി പ്രതീക്ഷിക്കാത്തൊരു സ്വീകരണം അവിടെയും കിട്ടിയത്. അവിടെയും ഭയങ്കര നല്ലൊരു ഇത് കിട്ടി. ഞങ്ങളുടെ നാട്ടിലെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, അമ്മയും മക്കളും എല്ലാവരും, പേരക്കിടാങ്ങളും മരുമക്കളും എല്ലാവരും കൂടി പേരക്കിടാങ്ങൾ കളിപ്പിച്ച് അവരെ നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കണം. ആ പണിയൊക്കെ നോക്കിയിട്ട് പിന്നെ അമ്മമാർക്ക് പിന്നെ അടുക്കളയിലാണല്ലോ അവരുടെ കാര്യങ്ങൾ. അമ്മമാർ വരണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. അവരിങ്ങനെ ഇതിനകത്ത് കയറി ഇരുന്ന് അവരവിടെ നോക്കി ഇവിടെ നോക്കി അപ്പുറത്തും പോയി ഇപ്പുറത്തും പോയി എന്തിനാണ് നേരം കളയണത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഡാൻസും പാട്ടും മേളൊക്കെ ആയിട്ട് അവർ മുന്നിറങ്ങട്ടെ, അതെല്ലാം നല്ലത്. അതെനിക്ക് സന്തോഷമായിരിക്കും. ആരും അത് തിരിക്കരുത്, ഒതുങ്ങി കൂടരുത്, അവർ പോലെ പുറത്തോട്ട് വരണം. അമ്മമാരാണെങ്കിൽ അപ്പോഴും പ്രായത്തെ നോക്കരുത്, പ്രായത്തെ നോക്കാണ്ട് മുന്നോട്ട് കയറിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അവരായാലും പ്രായം ഒരു വിഷയമല്ല എന്നുള്ള ചിന്ത വേണം. പ്രായമായി, ഇത്രയും പ്രായമായി, എവിടെയെങ്കിലും ഇരിക്കാം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഓരോ കാലം നമ്മുടെ ഉള്ളിൽ അവർക്ക് പാട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരതിലോട്ട് നീങ്ങണം, ഇരിക്കരുത്. അതിൽ നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പേ. കലയ്ക്ക് പ്രായമില്ല എത്ര വന്നാലും. നമ്മൾ പ്രായം എന്തോരം നമ്മൾ കലയ്ക്ക് പ്രായമില്ല, പക്ഷെ നമുക്ക് പ്രായമായാലും ആ പ്രായം അവിടെ കാണിക്കരുത്, തട്ടി കൊടുത്തോളാം അങ്ങോട്ട് ഇറങ്ങിയിട്ട്. സിനിമയ്ക്ക് വിളിച്ചാൽ പോകാൻ ആഗ്രഹമുണ്ട് നമുക്ക്. പിന്നെ ഒന്ന് രണ്ട് പേർക്ക് വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറയാൻ പറ്റില്ല. അവരെപ്പോൾ വിളിക്കും എപ്പോൾ വരുമെന്ന് പറയാമൊക്കെ തമ്പുരാൻ്റെ കയ്യിൽ. ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ ഇപ്പം ഇതുവരെ ഉണ്ടായത്, പിന്നെ ഉള്ളതും അത് തമ്പുരാൻ്റെ കയ്യിൽ തന്നെ.
നമുക്കത് സ്വപ്നത്തിൽ ഓർക്കാൻ പോയി അങ്ങനൊരു സംഭവം അത് വല്ലാത്തൊരു സന്തോഷമായി. അത് സന്തോഷമല്ല, ഉപരിയായി എല്ലാം കൊണ്ട് ഭയങ്കര സന്തോഷമായി. ഞങ്ങളതിനെ കല്യാണ വീട്ടിലെല്ലാം ഇരിക്കായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഡാൻസ് എല്ലാം കഴിഞ്ഞു ഞങ്ങളെ പിന്നെ വീണ്ടും ഞങ്ങൾ മറ്റുള്ള പിള്ളേരെ പരിപാടി കാണാൻ ഇരിക്കുമ്പോഴാണ് മോമെന്ന് പറഞ്ഞ അമ്മയുടെ ഡാൻസ് ഇങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടാന്ന് പറഞ്ഞു. എന്താ അത് വൈറലായിട്ടുണ്ട്, ഒരാൾക്കാർ ഇപ്പോൾ ചാനലുകാർ വരിട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സംഗതി അറിയണത്. ഇത് എത്തിയിട്ടിട്ടാണ്. പിന്നെ ഇപ്പോഴല്ലേ പിടിച്ചാൽ കിട്ടാത്ത വരവായി എല്ലാ ചാനലുകാരും. അതൊക്കെ വളരെയേറെ നന്ദി, സ്നേഹവും ദൈവത്തിനോട് ഇപ്പോഴും നന്ദി ഉണ്ട് അതിൽ. ഇവിടെ വെച്ച് തന്നെ കല്യാണ പന്തൽ വെച്ച് തന്നെ അപ്പം തന്നെ കൊച്ചിനെ വിളിച്ചു. അമേരിക്കയിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഒരു വേണം വിളിക്കുന്നുണ്ട്. അപ്പം തന്നെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മച്ചിനെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഇവിടെ ഞാൻ അമേരിക്ക എടുക്കുന്ന ഞാനിങ്ങനെ വരും, ഇങ്ങനെ കണ്ട് എനിക്ക് അപ്പം തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചാന്ന് പറഞ്ഞു അവർ ഇങ്ങോട്ട്. അപ്പം പറഞ്ഞാൽ അതിന് നമ്മൾ അവർ നന്ദിവാക്കും ടാങ്കും പറഞ്ഞ് നിർത്തി. അത് ദുബായിൽ നിന്ന് വന്നു. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടൊക്കെ വന്നു ആ കല്യാണ സ്ഥലത്ത് വെച്ച് തന്നെ. അപ്പം തന്നെ അവർ വന്നു. ഞാൻ അതിൽ നീങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തർ.